ഹായ് ഓൾ. 21 ഡേയ്സ് മിറർ വർക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ഡേ 15. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ അവരിൽ നിന്നും മാപ്പ് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നാണെന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുക, ശ്വാസം എടുത്തു വിടുക, ഫ്രീ ആയി ചെയറിലിരിക്കുക. നമ്മളെ ഉപദ്രവിച്ച ആളുകൾ നമ്മുടെ ചുറ്റിലും ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അവരെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് കണ്ണാടിയിൽ കാണുക. ചിലപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചവരാവാം, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, മാനസികമായും ചിലപ്പോൾ ശാരീരികമായും ഉപദ്രവിച്ചവരായിരിക്കാം. എങ്കിലും നിങ്ങൾ അവരെ ആ നിമിഷം കണ്ണാടിയിൽ കാണുകയാണ്. പഴയ കാര്യങ്ങൾ ആലോചിച്ച് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. കണ്ണാടിയിൽ നിങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഐ ആം വില്ലിങ് ടു ഫോർഗീവ് യു. അതുപോലെ നിങ്ങൾ ആ വ്യക്തിയോട് പറയേണ്ട കാര്യം, ഐ ആം ഫ്രീ, യു ആർ ഫ്രീ. ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു, ഞാനും സ്വതന്ത്രമാകുന്നു, നിങ്ങളും സ്വതന്ത്രമാകുന്നു. അവർ ചെയ്ത കർമ്മഫലം അവർ തന്നെ അനുഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ശാന്തതയ്ക്കും വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓരോരുത്തരെയും മനസ്സിൽ കാണുക. അവർ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഓർക്കുക. എന്നിട്ട് മനസ്സിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഐ ആം വില്ലിങ് ടു forgive you. I am willing to forgive you. I am free, you are free എന്നിങ്ങനെ പറയുക. നിങ്ങളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാകട്ടെ. മനസ്സറിഞ്ഞ് അവരെ ബ്ലെസ് ചെയ്യുക. ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടേറിയ സംഭവം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനും ജീവിതത്തിൽ സമൃദ്ധി നിറയുവാനും നമ്മൾക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് ശാന്തത ലഭിക്കുന്നത്, സമാധാനം ഉണ്ടാവുന്നത്, അവർക്കല്ല എന്ന് മാത്രം. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ, ഞാനും സന്തോഷത്തോടെ ജീവിക്കും. ഇതാണ് കണ്ണാടി നോക്കി നിങ്ങൾ പറയേണ്ടത്. ഇന്നത്തെ ജേണലിങ്ങിൽ എഴുതി വെക്കേണ്ടത്, അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുവാനുണ്ടായ സാഹചര്യങ്ങൾ എഴുതി വെക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് എഴുതി വെക്കുക. എഫർമേഷൻ, എസ് ഐ ഫോർഗീവ് മൈസെൽഫ്, ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഫോർഗീവ് അതേഴ്സ്. ഇങ്ങനെ അഫർമേഷൻ കൊടുക്കുക. കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ആലോചിക്കുമ്പോൾ ദേഷ്യം തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ജേണലിംഗ് ചെയ്യേണ്ടത്. അതേപോലെ അഫർമേഷൻ കൊടുക്കേണ്ടത്, എസ് ഐ ഫോർഗീവ് മൈസെൽഫ്, ഇറ്റ് ബിക്കം ഈസിയർ ടു ഫോർഗീവ് അതേഴ്സ്. എനിക്ക് സ്വയം മാപ്പ് കൊടുക്കാനും മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കാനും സാധിക്കുന്നു. ഇതാണ് അഫർമേഷൻ പറയേണ്ടത്.